ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ചെറിയൊരു വെയിൽ കണ്ടിട്ടുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മുറ്റത്തിൻ്റെ ഈ ഒരു ഭാഗം അടുക്കളയുടെ വശമാണ് കേട്ടോ, അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേ. ആകെ പുല്ലും അതും ഇതും കാടും ചൊറിയണം അങ്ങനത്തെയൊക്കെ കാടുകൾ പിടിച്ച് ആകെ നാശമായി കിടക്കുകയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ആൺകുട്ടി ഉള്ളതുകൊണ്ട് എനിക്കൊന്നും തന്നെ പുറത്തെ പണികളൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഇച്ചിരി വെയിലുണ്ടല്ലോ, എന്നാൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ കാടൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആമക്കുട്ടി ഇതുവരെ എണീറ്റിട്ടില്ല. ആൾ എണീറ്റിട്ടുണ്ടെങ്കിൽ ഇത് ബാക്കി ചെയ്യാനായിട്ട് എന്നെ സമ്മതിക്കുകയില്ല കേട്ടോ. മുകളിൽ നിൽക്കുന്ന പൂമരത്തിൻ്റെ കൊമ്പുകളൊക്കെ മഴവെള്ളത്തിൻ്റെ ആ ഒരു കനം കാരണം അത് നന്നായിട്ട് വളർന്നിട്ടുമുണ്ട്. ആ കനം കാരണം താഴേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നൊരവസ്ഥയാണ്. അപ്പം നമ്മുടെ തലയിലൊക്കെ ഇങ്ങനെ മുട്ട ഉള്ള ഒരു ഇത് കൂടുതലാണ്. പിന്നെ ആണെങ്കിൽ അതിൽ കുറേ ചിലന്തി വലയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു പ്രശ്നമായിരുന്നു. ഈ പൂമരം വീട്ടിലുള്ളവർക്കറിയാം. മറ്റേ അതിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നിറച്ചും ഒരു സൈസ് ചെറിയ പുഴുക്കളുണ്ട് കേട്ടോ. അത് അങ്ങനെ ഉള്ളത് കൊണ്ട് എനിക്ക് ആ മരത്തിൻ്റെ ചുവട്ടിൽ പോകാൻ തന്നെ ഭയങ്കര പേടിയാണ്. പിന്നെ നമ്മുടെ ചാർലിക്കുട്ടനും അതുപോലെ തന്നെ ഒരു പൂച്ചക്കുട്ടിയുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് കൂട്ടിനായിട്ട്. ചാർലിക്ക് ഭയങ്കര പരാതിയാണ് ഞാനിപ്പോൾ ആമി വന്നേ പിന്നെ അങ്ങനെ അവൻ്റെ അടുത്തേക്ക് അധികം ചെല്ലാറില്ല എന്നുള്ളത്. സമയം കിട്ടാറില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ സത്യം. എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. നമ്മുടെ ആമിക്കുട്ടി അന്നേരത്തേക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി വീഡിയോ എടുക്കലൊക്കെ കണക്കാണ്.